ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷൈന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ അൺബോക്സിംഗ് ആണ്. നമ്മൾ നൈക്കിയിൽ നിന്ന് 1-2 പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ അത് എത്തിയിട്ടുണ്ട്. ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് എന്നോട് എല്ലായ്പ്പോഴും ചോദിക്കുന്നതാണ്. ഡെയിലി എനിക്ക് ഇതിൻ്റെ കുറേ മെസ്സേജസ് വരാണ്. സോ അപ്പോൾ അതിൻ്റെ ഞാൻ എപ്പോഴും എന്താ പറയുക, എല്ലാ ദിവസവും ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റും ഇതിനകത്തുള്ള ഒരു പ്രൊഡക്റ്റ് ഞാൻ കുറേ നാൾക്ക് ശേഷം വീണ്ടും ഓർഡർ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പോവാണ്. സോ എനിക്കത് ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം ഏതൊക്കെ പ്രൊഡക്റ്റ് ആണെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ ഇതുവരെ ബോക്സ് ഓപ്പൺ ചെയ്യാതെ ഇരിക്കുമായിരുന്നു. കാരണം ഞാൻ എപ്പോഴും പറയാറുണ്ട്, ചില പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ എല്ലായ്പ്പോഴും ഇതിനെക്കുറിച്ച് തന്നെയാണല്ലോ പറയുന്നത് എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മളിത് നേരിട്ട് കാണിച്ചു തരാം. ഞാനിത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. ഇപ്പോൾ നൈക്കിയിൽ നമ്മൾ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുന്നതൊന്നും തന്നെ എന്താ പറയുക, പ്രൊമോഷൻസ് ആയിട്ടുള്ള പ്രൊഡക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല. ഇത് എനിക്ക് വേണ്ടിയിട്ട് ഞാൻ മേടിക്കുന്ന പ്രൊഡക്റ്റാണ്. സെൽഫ് യൂസിന് വേണ്ടിയിട്ട് എൻ്റെ സ്കിൻ കെയർ റൂട്ടീന് വേണ്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ പ്രൊഡക്റ്റ് വന്നേക്കുന്നത്. സോ ഇതിൽ എന്തൊക്കെ പ്രൊഡക്റ്റാണ് ഉള്ളതെന്നുള്ളത് നമുക്ക് നോക്കാം. ആക്ച്വലി ഇത് 2 പ്രൊഡക്റ്റ് നിങ്ങളെല്ലായ്പ്പോഴും എൻ്റെ അടുത്ത് കാണുന്ന ഒരു പ്രൊഡക്റ്റാണ് ഞാനിപ്പോൾ വീണ്ടും ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുള്ളത്. ഒരെണ്ണം നമുക്ക് നോക്കാം. ഇതെല്ലാവർക്കും അറിയാം ഏതാണെന്നുള്ളത്. ഇത് നമ്മളുടെ ഇന്നസ്പ്രീയുടെ പ്രൊഡക്റ്റാണ്. ഇന്നസ്പ്രീയുടെ നമ്മളുടെ ഏതാണ് ടോണപ്പിനെ കുറിച്ച് എനിക്ക് പറഞ്ഞ് എനിക്ക് മടുത്തു. എന്നാൽ പോലും ഞാനിതിൽ വീണ്ടും എൻ്റെ ടോണപ്പ് കഴിയാറായി, കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും അടുത്തത് ഓർഡർ ചെയ്തു. കാരണം ഞാൻ വർഷങ്ങളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് സ്യൂട്ടാവുന്നതാണ് കേട്ടോ. ഒരുപാട് പേര് ചോദിച്ചു ടോണപ്പ് ക്രീമിന് പകരമായിട്ട് വേറെ ഏതെങ്കിലും, ഇത് കുറച്ച് മാറ്റ് ഫിനിഷിംഗ് ആണ്, സോ ഇങ്ങനത്തെ അല്ലാതെ വേറെ ഉണ്ടോയെന്ന്. ഞാൻ ഒരുപാട് പ്രൊഡക്റ്റ് എടുത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് കുറേ പ്രൊഡക്റ്റ് എടുത്ത് നോക്കി. പക്ഷേ കുറേ പ്രൊഡക്റ്റ് എടുത്ത് നോക്കിയിട്ടും എനിക്ക് എന്താ പറയുക, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വേണ്ട. ഇപ്പോൾ നമ്മളൊരു സംഭവം പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് അതിനൊരു റിസൾട്ട് കിട്ടണ പ്രൊഡക്റ്റ് ആയിരിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണ ഒരു പ്രൊഡക്റ്റ് എനിക്ക് ആക്ച്വലി കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞു തരാതെ ഇരുന്നത്. സോ ഇത് ഞാൻ എത്ര കാലമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണെന്നറിയാം. ഈ ടോണപ്പ് ക്രീം എന്ന് പറയുന്നത് ഞാൻ കാലങ്ങളായിട്ട്, അല്ലെങ്കിൽ കുറേ വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് എൻ്റെ ഒരു പാർട്ടായിട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു ടോണപ്പ്. അപ്പോൾ ഇത് എനിക്ക് ആക്ച്വലി ഒരു 2-3 മാസത്തേക്കൊക്കെ, 3 ചിലപ്പോൾ അതിലും കൂടുതലൊക്കെ വരാറുണ്ട്. അപ്പം ഇതൊരു എന്താ പറയുക, മാറ്റ് ഫിനിഷ് ചിലവർക്ക് അത് ഇതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും എല്ലാവർക്കും ചിലപ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ വരുന്നില്ല. പിന്നെ ഒരുപാട് പേര് ചോദിച്ചു ഈ ഷെയ്ഡ് അല്ലാതെ വേറെ വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് ആക്ച്വലി അതിനകത്ത് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങളുടെ സ്കിൻ ടോണിനനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കുറേ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. സോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമുക്കിത് പൊട്ടിക്കാം. കാരണം എനിക്കിത് പ്രൊഡക്റ്റ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പ്രൊഡക്റ്റ് ഞാൻ എപ്പോഴും പറയുമ്പോഴോ എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലായ്പ്പോഴും മാം ഈ പ്രൊഡക്റ്റ് തന്നെയാണല്ലോ പറയാറെന്ന് പറയും. സോ എനിക്ക് ഈ പ്രൊഡക്റ്റിനോടുള്ള അത്രയ്ക്ക് ഇഷ്ടം കൊണ്ടാണ് കേട്ടോ. കണ്ടില്ലേ, വളരെ കുറച്ചല്ലേ അപ്ലൈ ചെയ്തുള്ളൂ. സോ ഡിഫറൻസ് എല്ലായ്പ്പോഴും ഞാനിത് കാണിച്ചത് എനിക്ക് തന്നെ മടുത്തു. സോ അത്രയും നല്ല ഡിഫറൻസും അത്രയും നല്ല ഒരു റിസൾട്ടുമാണ് ഈ പ്രൊഡക്റ്റിനുള്ളത്. അതുമാത്രമല്ല, നമുക്ക് സ്കിന്നിന് വേറെ രീതിയിലുള്ള പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ അതും കൂടി കൊണ്ടാണ് ഞാൻ എപ്പോഴും ഈ ഒരു പ്രൊഡക്റ്റ് തന്നെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അത് അത്രയും റിസൾട്ടാണ്. സോ ശ്രദ്ധിക്കൂ, എന്തുകൊണ്ടാണെന്ന് പറയുന്നതിൻ്റെ റിസൾട്ട് അപ്പോൾ എനിക്ക് ഇത്രയും ഒരു ഇത് കിട്ടിയാൽ മാത്രമേ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നതിൻ്റെ കുറച്ചെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല എന്ന് തോന്നുന്ന പ്രൊഡക്റ്റല്ലേ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് കാര്യമുള്ളൂ. അപ്പോൾ ഞാൻ പലതിലും സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ അതിൽ നിന്നൊന്നും എനിക്ക് ടോണപ്പ് ഇതിനേക്കാളും ഒരു ബെസ്റ്റ് ടോണപ്പ് എന്നുള്ള രീതിയിൽ കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിൽ ഞാൻ വേറൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാതിരിക്കുന്നത്. സോ ചെയ്ത് മേടിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഇത് തന്നെ മേടിക്കാം. നോക്കൂ, നമ്മളുടെ സ്കിന്നുമായിട്ട് സെറ്റായി കഴിഞ്ഞു. കണ്ടോ,
ഞാൻ പലപ്പോഴും വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. എങ്കിലും ഞാൻ വീണ്ടും ചിലവർ ആരെങ്കിലും നമ്മുടെ വീഡിയോ ഫസ്റ്റ് ടൈം ആയിട്ട് കാണുവാണെങ്കിലോ അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ ബെറ്റർ അല്ലേ. അപ്പോൾ ഈ ടോണപ്പ് ക്രീം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാവിലെ നമ്മൾ ക്ലെൻസ് ടോൺ മോയ്സ്ചറൊക്കെ ചെയ്തതിന് ശേഷം നമ്മളുടെ സ്കിൻ ടോൺ, നമ്മൾ മുമ്പൊക്കെ ഈ ഫെയർനെസ് ക്രീമുകളൊക്കെ യൂസ് ചെയ്യുമല്ലോ, അപ്പോൾ അതൊക്കെ മുമ്പ് നമ്മൾ ഈ ഫെയർ ആൻഡ് ലവ്ലി ഇട്ടിട്ട് പുറത്തിറങ്ങിയാലേ നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടാറുള്ളൂ അല്ലേ. അന്നത്തെ കാലത്തൊന്നും ശരിക്കും പറഞ്ഞാൽ മോയ്സ്ചറൈസറിൻ്റെ ഒരു ഗുണം എന്താണെന്നോ എന്തിന് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നോ ഇതൊന്നും അറിയില്ല. ചുമ്മാ നമ്മൾ എന്താ പറയുക, രാവിലെ എഴുന്നേറ്റ് കുളിക്കുന്നു, ഒരു ഫെയർ ആൻഡ് ലവ്ലി എടുത്തിടുന്നു. നമുക്ക് അന്നത്തെ ദിവസം നമ്മൾ ഓക്കെ ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫെയർ ആൻഡ് ലവ്ലി യൂസ് ചെയ്യണം. ആ രീതിയിലായിരുന്നു പോയത്. അപ്പം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തെന്നുള്ള എല്ലാവരുടെയും. അന്ന് സ്ഥിരമായിട്ട് കാലങ്ങളായിട്ട് അങ്ങനത്തെ പ്രൊഡക്റ്റുകളൊക്കെ ഫെയർനെസ് പ്രൊഡക്റ്റുകളൊക്കെ യൂസ് ചെയ്ത് വന്നവർ സ്കിൻ കെയർ ഒന്നും ചെയ്യാതെ ഡയറക്റ്റായിട്ട് ഇതുപോലത്തെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് സ്കിന്നൊക്കെ ഡാമേജ്ഡായി, സ്കിന്നിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സോ അപ്പോൾ അവർക്കൊക്കെ എന്തൊക്കെ നമുക്കറിയാം, പിഗ്മെൻറ്റേഷനും ഒരുമാതിരി ഡാർക്ക് സർക്കിൾസും എല്ലാം ഒരുപാട് ഡ്രൈ ആയിട്ടുണ്ട്, സ്കിന്നൊക്കെ പെട്ടെന്ന് തന്നെ റിങ്കിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവർക്കും പ്രൊഡക്ട്സിനെ കുറിച്ചൊരു നോളേജ് ഉണ്ട്. അതുമാത്രമല്ല സ്കിൻ കെയർ എങ്ങനെ ചെയ്യണം എന്നുള്ളതും അറിയാം. അതുകൊണ്ട് തന്നെ ക്ലെൻസ് ടോൺ മോയ്സ്ചർ ചെയ്തതിന് ശേഷം നമ്മളുടെ സ്കിൻ ടോൺ ഒന്ന് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടോണപ്പ് ക്രീം യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഓരോ കാര്യങ്ങളെക്കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ എപ്പോഴും പറയാറ്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ പലരും ചിലപ്പോൾ മെസ്സേജ് വരും, നിങ്ങളെ അൺവാണ്ടഡ് ആയിട്ട് കുറേ ഇങ്ങനെ വലിച്ചു നീട്ടുവാണെന്നുള്ളത്. വലിച്ചു നീട്ടുന്നതല്ല ഇത്. നിങ്ങളെപ്പോഴും നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു സംഭവം കണ്ട് ഇത് യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇത് വെളുക്കും, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു തരുന്നതിലല്ല. നമ്മൾ ഓരോ പ്രൊഡക്റ്റ് എടുക്കുമ്പോഴും അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്താലേ റിസൾട്ടുള്ളൂ. അപ്പോൾ അത് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആൾക്കാർ, എൻ്റെ വീഡിയോസ് കാണുന്നവർ, എന്നെ വിശ്വസിച്ച് കാണുന്നവരാണ്. സോ അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ 2 പ്രൊഡക്റ്റാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഒന്ന് നമ്മളുടെ ഈ ടോണപ്പ് ക്രീമും, അടുത്തത് ഏതാണെന്നുള്ളത് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ടോണപ്പ് ക്രീം എന്താണെന്ന് മനസ്സിലായോ? ഫസ്റ്റ് ടൈം വീഡിയോ കാണുവാണെങ്കിൽ ഞാൻ ഈ ടോണപ്പിനെ കുറിച്ചിട്ട് ഇതിനു മുമ്പ് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഈ ഫെയർനെസ് ക്രീമൊക്കെ ഇട്ട് നമ്മൾ എന്താണോ നമുക്ക് റിസൾട്ട്, അതിൻ്റെ എത്രയോ നാച്ചുറൽ ആയിട്ടുള്ള ഫിനിഷ്. ഇപ്പം ഞാനിത് ഓൾറെഡി ഇന്ന് ഞാൻ ഇട്ടിട്ടുള്ളതാണ്. സോ ഈ ഓരോ രീതിയിൽ നമ്മളുടെ സ്കിന്നിനെ ഒന്നും കൂടെ, അതായത് നമുക്ക് എന്തിനാണ് നമ്മൾ ഇടുന്നത് ഫെയർനെസ് ഒക്കെ ഒന്നും കൂടി ബ്രൈറ്റ് ആക്കും. അപ്പോൾ മോയ്സ്ചർ ചെയ്തതിന് ശേഷം നിങ്ങൾ ടോണപ്പ് യൂസ് ചെയ്യുക. ഡേ ടൈം ആണെങ്കിൽ ടോണപ്പ് യൂസ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് സൺസ്ക്രീൻ വരുന്നില്ല കേട്ടോ, ഓൺലി ടോണപ്പ് മാത്രമാണ്. ഇത് ഇന്നസ്ഫ്രീയുടെ തന്നെ സൺസ്ക്രീനും ഉണ്ട്. ഞാൻ ഇന്നസ്ഫ്രീയുടെ തന്നെ സൺസ്ക്രീനുമാണ് യൂസ് ചെയ്യാറുള്ളത്. ഞാൻ ടോണപ്പ് യൂസ് ചെയ്തിട്ടാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കാരണം നമുക്കൊരു പ്രത്യേകിച്ച് ഒരു മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല. ഒരു നാച്ചുറൽ ലുക്കിൽ ഇരിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ എടുക്കാം. അപ്പോൾ ഇതിന് റേറ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ 1000. ഇപ്പോൾ എനിക്കൊരു ഞാൻ ഓർഡർ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു എന്താ പറയുക, ചെറിയൊരു ഓഫർ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു 30%. സോ അങ്ങനെ എനിക്ക് 1200-നാണ് എനിക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടിയത് കേട്ടോ. അപ്പം നിങ്ങൾ അതുകൊണ്ട് പൈസ കൊടുത്ത് മേടിച്ച സാധനമാണ്, അല്ലാതെ പ്രൊമോഷന് വേണ്ടിയിട്ട് പറയുന്നതേ അല്ല. ഞാൻ എപ്പോഴും എൻ്റെ എക്സ്പീരിയൻസും ഞാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളുടെ വീഡിയോസിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള പ്രൊഡക്റ്റാണ്. ഞാൻ എന്താ പറയുക, കുറേ നാളായിട്ട് എനിക്ക് എന്താ പറയുക, ഞാൻ വേറെ കുറേ സിറം യൂസ് ചെയ്തുകൊണ്ട് വൈറ്റമിൻ സി ഇത് എടുത്തില്ല. പക്ഷേ എനിക്ക് ഏറ്റവും ഞാൻ ബെസ്റ്റായിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യം കൂടിയാണ് വൈറ്റമിൻ സി സിറം ഏതാണ് മാം ബെറ്റർ, ഏതാണെന്ന് എന്നോട് എപ്പോഴും ചോദിക്കാറുണ്ട്. എപ്പോഴും എന്താ പറയുക, ഞാൻ ഒരുപാട് പറഞ്ഞു തരണമെന്നും ആഗ്രഹിച്ചതുകൊണ്ട്. അതുമാത്രമല്ല, ഇത് കൊളോജിൻ വരുന്നതാണ്. സോ ഇത് വൈറ്റമിൻ സി ആണ്, കൊളോജിനാണ് നമ്മുടെ സ്കിന്നെ ഒന്നുകൂടി നല്ലപോലെ എന്താ പറയുക, നമ്മൾ ബ്രൈറ്റ് ആക്കുക മാത്രമല്ല, നമ്മുടെ സ്കിന്നിലെ ഒരു ടാനും കാര്യം പിഗ്മെൻറ്റ് എല്ലാം കുറച്ചുകൊണ്ട് നമ്മൾ ഇലാസ്റ്റിക് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ്. സോ ഈ സിറം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മുഴുവൻ കേൾക്കത്തില്ല. അപ്പം ഞാൻ ഈ സിറത്തിനെ കുറിച്ചിട്ട് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടത്, ഇത് എന്താണ്, ഏത് ടൈമിലായിരിക്കും യൂസ് ചെയ്യേണ്ടത്, ഇതിൻ്റെ ഗുണം എന്താണ്, ഇത് എന്താണ് ഇതിൻ്റെ റിസൾട്ട് എന്നുള്ളതും, എത്ര വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പ്രൊഡക്റ്റാണ് എന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് പറയാം. കാരണം ഇതെനിക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന്, കാരണം ഒരുപാട് ആൾക്കാരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വീഡിയോസ് ഒന്നും കുറേ സമയം ഇരുന്നൊന്നും കാണില്ല, വളരെ ഒരു തുച്ഛമായിട്ടുള്ള സമയത്തായിരിക്കും. അപ്പോൾ
ഞാൻ ഈ ഒരു ടൈമിൽ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവരും കാണില്ല. കാരണം എപ്പോഴും എനിക്ക് മെസ്സേജ് വരുന്ന ഒരു കാര്യമാണ്, മാം വൈറ്റമിൻ സി സിറത്തിനെ കുറിച്ചിട്ട് പറയണം. ഇത് വൈറ്റമിൻ സി മാത്രമല്ല, ഇത് കൊളോജനാണ്. സോ ഇത് എന്നോട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു വീഡിയോ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട്. സോ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ചിട്ട് ഈ സിറം എന്താണെന്നുള്ളതും ഇതിൻ്റെ റേറ്റ് ഏതാണ് കമ്പനി എന്നുള്ളതിൻ്റെ എല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ടോണപ്പിനെ കുറിച്ച് വീണ്ടും എടുത്ത് പറയാനുള്ള റീസൺ എന്ന് വെച്ചാൽ, ഒരുപാട് പേര് പറഞ്ഞാണ് മാം ഇതിന് പകരമായിട്ട് വേറെ ഏതെങ്കിലും ടോണപ്പ് ക്രീം ഉണ്ടോ പറഞ്ഞു. പക്ഷേ ഞാൻ ഒരുപാട് നോക്കി, എനിക്ക് ഒരു സാറ്റിസ്ഫൈ ആയിട്ട് എനിക്ക് തോന്നാത്തത് കൊണ്ടാണ് ഞാൻ വേറെ പ്രൊഡക്റ്റ് പറഞ്ഞു തരാത്തത്. ഇനി നിങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞ് നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ നോക്കിയിട്ട് എനിക്ക് ഇത് തന്നെയാണ് ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. നല്ല 100% റിസൾട്ട്. നമ്മൾ എന്ത് ആഗ്രഹിച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ റിസൾട്ട് മാത്രമല്ല, സ്കിന്നിന് വേറെയുള്ള പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഈ പ്രൊഡക്റ്റ് വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇല്ലേ. നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച് പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നമുക്ക് എത്ര നമ്മൾ മേടിച്ചാലും പിന്നെയും നമുക്ക് പ്രൊഡക്റ്റ് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. ആ ഒരു സന്തോഷവും ആ ഒരു എക്സൈറ്റ്മെൻറ്റ്. പിന്നെ എനിക്ക് ഈ സിറം കുറേ നാൾക്ക് ശേഷം ഞാൻ വീണ്ടും ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ഞാൻ. സോ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടി ഇന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഈ സിറത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. എന്താണെന്നുള്ളതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ മാം ഈ വീഡിയോയിൽ പറഞ്ഞില്ലല്ലോ എന്ന് പറയരുത്. അപ്പോൾ അതിൻ്റെ റീസൺ പറഞ്ഞിട്ടുണ്ട്. ചുമ്മാ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ഇത് ഏതാണ്, ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഇതിൻ്റെ റിസൾട്ട് എന്താണ്, എന്തുകൊണ്ട് ഇത് യൂസ് ചെയ്യണം, ഏത് പ്രായം മുതൽ ചെയ്യണം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ എല്ലാവരും വെയിറ്റ് ചെയ്യുക, വാച്ച് ചെയ്യണം. കാരണം അത്രയും നല്ലൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയും നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. കാരണം ആദ്യമായിട്ടാണ് നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് എന്താ പറയുക, ടോണപ്പ് എന്താണെന്ന് അറിയാത്തവർക്കൊക്കെ നല്ലപോലെ ഗുണം ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, ധൈര്യമായിട്ട് ചെയ്തോളൂ. കാരണം ഒരുപാട് ബ്യൂട്ടി നോളേജ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.